എണ്ണക്കടി കഴിക്കാൻ മടിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് വലിയൊരു ചിലവൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പഞ്ഞിക്കെട്ട് പലഹാരമാണ് കേട്ടോ. നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് കിട്ടിയാൽ മതിയാവും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്നൊക്കെ നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, പശുവിൻ്റെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഉള്ളി നല്ലോണം ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ആ ഒരു ഉള്ളി നല്ലോണം മൂത്തതിന് ശേഷം കരിയേണ്ട കേട്ടോ, ഒന്ന് മൂത്താൽ മതി. നമുക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മൈദ ഈ ഒരു നെയ്യും വെളുത്തുള്ളിയൊക്കെ ഉള്ളതിൽ കിടന്നിട്ട് നല്ലൊരു സ്മെല്ല് വരികയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് 1 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 1 ഗ്ലാസ് പാൽ ചേർത്തെടുക്കാം. ഇനി കാച്ചിയ പാലാണെങ്കിലും കാച്ചാത്ത പാലാണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ, ഒരു കുഴപ്പമില്ല. പച്ചപ്പാലാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാര്യം ശ്രദ്ധിക്കാണ്ട് കേട്ടോ, ഈ പാലിൻ്റെ അളവ് നല്ലോണം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ 1 ഗ്ലാസ് പാലെടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദയെ പാടുള്ളൂ. 2 ടേബിൾ സ്പൂൺ മൈദ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വൈറ്റ് സോസ് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിക്കുക. ഇനിയിപ്പോൾ പാൽ കുറവാണെങ്കിൽ 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് പച്ചവെള്ളവും ഒഴിച്ചാലും മതിയാവും. എന്നിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കട്ടോ. ഈ ഒരു സമയത്ത് ഇങ്ങനെ ആയിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. കാരണം നമുക്കിതിലേക്ക് ഇനി കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർക്കാണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ്, അതായത് ഒരു പിഞ്ച് മതി. 1/4 ടേബിൾ സ്പൂൺ ശരിക്കും അങ്ങോട്ട് വേണ്ട കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞത്, ഏതായാലും നമുക്ക് ഏകദേശം കമ്മട്ടം കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു കണക്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തോളി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് 1 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കുരുമുളക് പൊടി അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിലും കുരുമുളക് പൊടി നിങ്ങൾ മസ്റ്റായിട്ട് ചേർക്കണം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ഇത്തിരി ചിക്കനും അതുപോലെ തന്നെ 1 കോഴിമുട്ട ഒരു ബുൾസൈ മോഡലിൽ ഒന്നാക്കിയതാണ് കേട്ടോ. കാരണം ചിക്കൻ കുറവായതുകൊണ്ടാണ് ഞാൻ കോഴിമുട്ട ഒരു ബുൾസൈ മോഡലിൽ എടുത്തത്. അധികം വേവിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ചിക്കന് ഒരു 100 ഗ്രാം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും. അപ്പോൾ ഞാൻ ആ ചിക്കൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ബുൾസൈ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചെടുക്കട്ടെ തീ. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിലും ഈ ഒരു സമയത്തൊന്ന് ലൈക്കൊക്കെ ചെയ്യട്ടോ. പിന്നെ നമ്മളിത് ചെയ്യാൻ പോണത് ഇതുപോലുള്ള ബണ്ണിൽ വെച്ചിട്ടാണ്. അപ്പോൾ ബണ്ണ് ഇപ്പോൾ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, വലിയ പണിയൊന്നുമില്ല. കുറച്ച് മൈദ എടുത്തിട്ട് കുറച്ച് ഈസ്റ്റൊക്കെ ചേർത്താൽ വേഗം ബണ്ണ് റെഡി ആയിട്ട് കിട്ടും. ഒന്ന് പാലൊക്കെ ഒഴിച്ചിട്ട് ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ട് ഇനിയിപ്പം ഓവൻ ഉണ്ടെങ്കിൽ അതിലേക്കാണ്ട് വെച്ചെടുത്താൽ ബണ്ണ് റെഡിയായി. അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാ അള്ളാ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബണ്ണ് ഏറ്റവും നല്ലത് നമുക്ക് കടയിൽ പോയിട്ട് ഇതുപോലെ 2-3 പാക്കറ്റ് ബണ്ണ് വാങ്ങുകയാണ്. ചില ബണ്ണിൻ്റെ പാക്കറ്റിൽ 2 ഉണ്ടാവും, ചിലതിൽ 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ 1 ഉള്ളത്. നല്ല കട്ടിയുള്ള ബണ്ണാണ്. അപ്പോൾ ബണ്ണ് ഇങ്ങനെ വാങ്ങുന്നതാണ് നമുക്ക് പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബണ്ണ് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബണ്ണിൻ്റെ കഷ്ണം നമുക്ക് എന്ത് ചെയ്യുക, ചിലതൊക്കെ ബണ്ണ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കിട്ടും. പക്ഷേ ഇതിപ്പോൾ കട്ട് ചെയ്തത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നടുവിൽ കൂടെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ കൂടുതൽ ആളൊക്കെ ഉണ്ടെങ്കിൽ ബണ്ണിൻ്റെ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വൈറ്റ് സോസിൻ്റെ അളവ് കൂട്ടുക. ഞാൻ പറഞ്ഞല്ലോ 1 ടേബിൾ സ്പൂണിന് പകരം 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദക്ക് പകരം ഗോതമ്പപ്പൊടിയും ചേർത്ത് കൊടുക്കട്ടോ. കാരണം എന്താണോ ഉള്ളത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തല്ലോ, ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ സോഫ്റ്റായിട്ട് നിൽക്കണേ, ഈ ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ
ഈ ഒരു കത്തിയുടെ ചുണ്ട് കൊണ്ട് ഇങ്ങനെ ഒന്ന് അടിയിലേക്ക് വരച്ചു കൊടുക്കട്ടോ. ഇങ്ങനെ ഒരു സ്റ്റാർ മോഡലിൽ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്നിങ്ങനെ വിടർത്തി നോക്കുക. ഇതുപോലെ നിൽക്കണേ, ഇതുപോലെ നിൽക്കണം. എന്നാലോ ബണ്ണ് വിട്ടു പോരാനും പാടില്ല. കത്തി ഇങ്ങനെ കടന്നു പോയിക്കോട്ടെ, വിട്ടു പോരാൻ പാടില്ല കേട്ടോ. സൈഡൊന്നും വിടരുത്. അങ്ങനെ കുറച്ചിങ്ങോട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് കത്തിൻ്റെ ചുണ്ട് കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ അടിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം കട്ടാക്കണം കേട്ടോ, അല്ല പ്രസ് ചെയ്ത് കൊടുക്കരുത്, കട്ടാക്കി തന്നെ ചെയ്യണം. നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടോ ഇതുപോലെ പഞ്ഞിയായിട്ട് നിൽക്കണം. ഈ ഒരു ഭാഗം അടിഭാഗം അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഈ ഒരു 4 കഷ്ണം ഇതുപോലെ കട്ട് ചെയ്ത് തന്നെ. ഇപ്പോൾ ഒരു സൈഡൊന്ന് അറ്റ് പോയി വിചാരിച്ചിട്ട് ആ ബണ്ണും കഷ്ണം ഒന്നിനും പറ്റൂല എന്നല്ല, പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ബണ്ണ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ബ്രെഡ് വെച്ചിട്ടും ചെയ്യട്ടത്. പക്ഷേ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത്ര ഭംഗി ഉണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞാൽ ബ്രെഡ് കുറച്ചൊരു വലിപ്പം കുറവൊക്കെ അല്ലേ, കട്ടിയൊക്കെ കുറവ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരെണ്ണം അല്ലെങ്കിൽ ഒരാൾക്ക് അതിൻ്റെ പകുതിയൊക്കെ മതിയാവും. അപ്പോൾ ഫില്ലിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയോളി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ഓരോ ഭാഗം സ്റ്റാർ ആക്കിയിട്ട് കട്ട് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ, അത് 4 അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ബാക്കി മറ്റേ ഭാഗം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണോ, ഈ ഒരു വൈറ്റ് സോസ് വേണോ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അതിന്മേലിങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിക്കോളി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മയോണൈസ്, തക്കാളി കെച്ചപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ. അതൊക്കെ ടേസ്റ്റ് കൂടും. പക്ഷേ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു മയോണൈസും തക്കാളി കെച്ചപ്പും ഒന്നും വലിയൊരു ഗുണമില്ലല്ലോ. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ അതൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ഡബിൾ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകൾക്ക് നമ്മൾ മറ്റേ ബ്രെഡ് പീസും കൂടി കമഴ്ത്തി വെച്ചിട്ട് നമ്മൾ സ്റ്റാർ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇതുപോലെ കുറച്ച് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ്, മൊസറല്ല ചീസാണ് ഇത്. നിങ്ങൾക്ക് എത്രത്തോളം വേണം അനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇതിന് ടേസ്റ്റ് ചിലവർക്ക് അങ്ങോട്ട് പിടിക്കൂല. അപ്പോൾ അങ്ങനെയുള്ളവർ വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വെച്ച സാധനം തന്നെ അടിയിൽ വെച്ച് തന്നെ മുകളിലും തേച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു വൈറ്റ് സോസും എല്ലാം കൂടെ ചിക്കൻ്റെ. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ നമ്മൾ ഈ ഒരു വെച്ച് കൊടുത്തല്ല സംഭവം, ആദ്യത്തെ പീസിന് മേലെ ഈ ഒരു വൈറ്റ് സോസും എല്ലാം കൂടെ അതിൻ്റെ മേലെ തന്നെ വേണമെങ്കിൽ ഈ ചീസ് ഒരു സ്ലൈഡ്സ് കൊണ്ടുപോയി വെക്കട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഞാൻ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ എടുത്തോളി. ബട്ടറിൽ ലേശം മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടി എല്ലാം കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓവൻ ഉണ്ടെങ്കിൽ അതിലൊന്ന് വെച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലൊരു കടായി എടുക്കുക. അതിൽ എണ്ണ തൂകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേണമെങ്കിൽ ഇത്തിരി ഒന്ന് പുരട്ടി കൊടുത്തോളി, നെയ്യ് പുരട്ടി കൊടുത്താൽ മതിട്ട്, എണ്ണ വേണ്ട. എന്നിട്ട് ഒരു 3-4 കൊള്ളണ, ഈ 4 കൊള്ളണ പാത്രങ്ങൾ കയ്യിലുണ്ടെങ്കിൽ, നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളി കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ 3 കൊള്ളണുള്ളൂ. അപ്പോൾ ഈ ഒരു 3 വെക്കുകയാണ്. 3 വെച്ച് മൂടി വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ എന്ന് പറഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലല്ല, വെറും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ എന്താ അറിയോ, ഈ ഒരു ചീസൊക്കെ നല്ലോണം മെൽട്ടായി ഒലിച്ച് ഇതിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. കുറച്ചൊന്ന് ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ നമ്മളെ ബണ്ണ് അടി കരിഞ്ഞു പോവും. പിന്നെ നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് കിട്ടില്ല. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളൊക്കെ വെച്ചിട്ട് നിങ്ങൾ തുറന്ന് നോക്കിക്കൊള്ളേണ്ടി. അപ്പോൾ ചട്ടിൻ്റെ ചൂടുകൊണ്ടും എല്ലാം കൂടി ആയിട്ട് ഈ ഒരു ചീസ് നല്ലോണം ഒന്ന് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇത്ര എളുപ്പമുള്ളൊരു പലഹാരം ഇല്ല കേട്ടോ. എണ്ണയില്ലാത്ത കടിയാണ്. പോരാത്തതിന് നമുക്ക് ബണ്ണ് വാങ്ങിയാൽ മതി. പിന്നെ ഇതുപോലുള്ള ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഫില്ലിങ് നിങ്ങൾക്ക് ഏത് രീതിയിലും ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആർക്ക് നിങ്ങളെ ഇഷ്ടം. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മുറിച്ചൊക്കെ കാണിച്ചു തരാം. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. ഇതൊക്കെ നല്ലോണം ഉരുകി ഒലിച്ച് ഉള്ളിക്കും പുറത്തേക്കും ഒക്കെ ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. നല്ല ഇഷ്ടമാണ്. പിന്നെ വെജിറ്റബിൾസ് കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ഒരു സോസ് റെഡിയാക്കി എടുത്തോളി. പിന്നെ മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ കച്ചപ്പൊക്കെ
നിങ്ങൾ ചേർത്ത് കൊടുത്താൽ അത്രയും നന്നിട്ടോ. ഈ ഒരു എന്താണ് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നോക്കി. കട്ട് ചെയ്യുമ്പോഴൊക്കെ എന്താ ഭംഗിയെന്നറിയോ, എന്നത് നല്ലൊരു സ്മെല്ലും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഋതുവിന് എന്തായാലും മയോണൈസും കെച്ചപ്പൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിക്കണം എന്താ പറയുക, ഇനി വേണമെങ്കിൽ അതിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലിങ്ങനെ കുത്തിയിട്ട് കഴിക്കാമല്ലോ, അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഏതായാലും ഇതിക്ക് ആ 2 സംഭവം ആഡ് ചെയ്തിട്ടില്ല. കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് കുട്ടികളോടൊക്കെ കഴിയണം ഒഴിവാക്കിച്ചാൽ നല്ലത്. പക്ഷേ ഋതുവിന് അവിടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളാണ്. മയോണൈസായാലും കെച്ചപ്പായാലൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓളൊക്കെ എന്തായാലും കണ്ടതുകൊണ്ട് വേണ്ടി വരും. കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇല്ല, ഉണ്ടാക്കാൻ സമയമില്ല എന്നൊക്കെ പറയേനി. ഏതായാലും അടിപൊളി ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്, ഒരു തുള്ളി പോലും എണ്ണൻ്റെ ആവശ്യമില്ല. ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ലൊരു പാൽ ചായൻ്റെ കൂടെ, നല്ല ചൂടുള്ള നല്ല കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായൻ്റെ ഒക്കെ കൂടെ ഇതൊന്ന് കിട്ടിയാൽ മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് പത്തിരി ഒന്നും വേണ്ടി വരില്ല, ജ്യൂസ് അങ്ങനത്തെ ഒന്നും വേണ്ടി വരില്ല, അത്രക്കും ടേസ്റ്റാണ്. പിന്നെ പെട്ടെന്നൊക്കെ നമുക്ക് വേണമെന്നൊക്കെ തോന്നുക, അതുപോലെ തന്നെ നമുക്ക് സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഓരോ മുന്നിൽ കൊണ്ടുവച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ട് ഇത് ചെയ്യാട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ, അതിലൊക്കെ ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ എന്താ അറിയോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഉണ്ടാക്കിയോളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.